കുഞ്ഞായിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ഈ രൂപം കണ്ടിട്ട് ആരും കൂടെ കൂട്ടൂല, പരിഹസിക്കും, അവമതിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂനതയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രശസ്തിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനോ അവിടെ ഒരു 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 കോട്ടം പറ്റിയില്ല. ആ ന്യൂനത കൊണ്ടൊരു പ്രശ്നം ഉണ്ടായില്ല. ഒരു കണ്ണിന് കാഴ്ചക്കുറവുള്ള ഒരു കറുത്തിരുണ്ട ഒരു മനുഷ്യനെങ്ങനെ കാത്തിരിക്കുകയാണ്. ആരാണ്? രാജാവാണ് കാത്തിരിക്കുന്നത്. അത്താ ഇബ്നു അബി റബാഹ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രത്തിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഒരിക്കൽ അമവി ഖലീഫമാരിലെ അഞ്ചാമനായ അബ്ദുൽ മാലിക് ബിൻ മർവാൻ, അദ്ദേഹം തൻ്റെ 2 മക്കളുടെ കൂടെ ഇങ്ങനെ ഹജ്ജിന് വേണ്ടി യാത്ര പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില സംശയങ്ങൾക്ക് ദൂരീകരണം കിട്ടാൻ വേണ്ടിയിട്ട്, സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മുടന്തനായ, ഒരു കണ്ണിന് കാഴ്ചക്കുറവുള്ള ഒരു കറുത്തിരുണ്ട ഒരു മനുഷ്യനെങ്ങനെ കാത്തിരിക്കുകയാണ്. ആരാണ്? രാജാവാണ് കാത്തിരിക്കുന്നത്. 2 മക്കളെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമസ്കാരം പൂർത്തിയാക്കി ഇവരിങ്ങനെ സംശയം ചോദിച്ചു. രാജാവാണ് ചോദിക്കുന്ന സംശയം, അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നത്. അങ്ങനെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സംശയം ചോദിച്ചപ്പോൾ ഈ അന്ധനായ അല്ലെങ്കിൽ ഒരു കണ്ണിന് കാഴ്ചക്കുറവുള്ള മുടന്തനായ കറുത്തിരുണ്ട ഈ വ്യക്തി എഴുന്നേറ്റ് നിന്നിട്ട് ആ സംശയത്തിനുള്ള ദൂരീകരണം നൽകുകയാണ്. പക്ഷെ ആ സമയത്ത് പോലും രാജാവിൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. അദ്ദേഹം ആ ചോദ്യത്തിൻ്റെ ഉത്തരം എണീറ്റ് നിന്ന് അദ്ദേഹം ജനങ്ങളോടായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഈ സമയം ഉടനെ തന്നെ ആ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അമവി ഖലീഫമാരിൽ 5-ാമനായ അബ്ദുൽ മാലിക് ബിൻ മർവാൻ തൻ്റെ മക്കളോട് അവിടുന്ന് അദ്ദേഹം പറയാണ്, യാ ഉലാദി ലാ തക്സില ഫി ത്വലബിൽ ഇൽം, നിങ്ങൾ 2 പേരും ഇൽമ് തേടുന്നതിൽ ഒരിക്കലും മടി കാണിക്കരുത്. കാരണം ഇവിടെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്, നമ്മൾ ചോദിച്ച ചോദ്യം നമ്മളെ നേരെ തിരിയാതെ പോലും ആ ഉത്തരം പറഞ്ഞിട്ടുള്ളത് അതൊരു അടിമയാണ് മറ്റേ ആൾ. ഞാനൊരു രാജാവാണ്, പക്ഷേ എന്താ പറഞ്ഞതിൻ്റെ ആശയം ഇതാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിക്കേണ്ടി വന്നത് അദ്ദേഹത്തെ മുകളിലാക്കിയത്, അതായത് അദ്ദേഹത്തിൻ്റെ മേൽക്കോയ്മ അവിടെ നേടിക്കൊടുത്തത് അദ്ദേഹത്തിൻ്റെ അറിവാണ്. അതുകൊണ്ട് അറിവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത് എന്ന് അദ്ദേഹം മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ആ എണീറ്റ് നിന്ന ആ വ്യക്തി എന്ന് പറയുന്നത് ഉത്തരം പറഞ്ഞു കൊടുത്ത പണ്ഡിതൻ അത്താ ഇബ്നു അബി റബാഹാണ്. ആരാണ് അത്താ ഇബ്നു അബി റബാഹ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രകൃതി ഒരു നിലക്കും ഒരാൾക്കും ആ നിലക്ക് നോക്കുമ്പോൾ ആർക്കും അത്ര അഭികാമ്യമായ രൂപമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ തുടങ്ങിയ ആളുകളിൽ നിന്നൊക്കെ അറിവ് നേടിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. മുജാഹിദ്, അഹ്മഷ്, ഇമാം സുഹരി തുടങ്ങിയ പണ്ഡിതന്മാരുടെ ഗുരുനാഥനായിരുന്നു അദ്ദേഹം. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഫത്വ ചോദിച്ച് വന്ന വ്യക്തിയോട് ഇബ്ൻ അബ്ബാസ് പറഞ്ഞു, താങ്കളുടെ നാട്ടിൽ അത്താ ഇബ്നു അബി റബാഹ് ഇല്ലേ, പിന്നെ ഇതിനെ എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് ചോദിച്ച ഈ കുട്ടി അത്താ ഇബ്നു അബി റബാഹ് ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ഈ രൂപം കണ്ടിട്ട് ആരും കൂടെ കൂട്ടൂല, പരിഹസിക്കും, അവമതിക്കും. അപ്പോൾ ഒറ്റപ്പെട്ടു പോകും, അവഗണനയേറ്റ് ഒറ്റപ്പെട്ടു പോകുമ്പോൾ കുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിൽ ഉമ്മാൻ്റെ അടുത്തേക്ക് വരും. ഉമ്മാൻ്റെ അരികിലേക്ക് വന്നിട്ട് ആ കുട്ടി സങ്കടപ്പെടുമ്പോൾ ഉമ്മ ചേർത്ത് പിടിച്ച് അത്താവിനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും, മോനെ നീ അറിവ് നേട്, നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. എന്നിട്ട് ആ മകന് വേണ്ടിയിട്ട് ആ ഉമ്മ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ അള്ളാഹു സ്വീകരിച്ചതാണ് അത്താൻ്റെ പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അറിവ് കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി. അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂനതയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രശസ്തിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനോ അവിടെ ഒരു 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 കോട്ടം പറ്റിയില്ല. ആ ന്യൂനത കൊണ്ടൊരു പ്രശ്നം ഉണ്ടായില്ല. അതെല്ലാം അവസ്ഥയിലേക്ക് വന്നു. അപ്പം ഇതാണ് നമുക്ക് പിന്നെ ഒരാളെ നമ്മളിതിലൂടെ പങ്കുവെക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മക്കളോടും ബാക്കിയുള്ളവരോടൊക്കെ പറയേണ്ടത് അറിവ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ആ അറിവ് പടച്ചവനെ തിരിച്ചറിയാനുള്ള അറിവിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ മഹത്വം. മറ്റുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ വലിയ ആളുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആ ആളുകൾക്കൊന്നും അവരുടെ ഭൗതികമായ ക്വാളിഫിക്കേഷനൊന്നും അവരുടെ ആളുകൾക്കിടയിൽ അവരെ മതിപ്പുണ്ടാക്കുന്നിടത്തൊന്നും അധികാലം നിലനിർത്തിയിട്ടില്ല.
അപ്പോൾ അതിന് വേറെ ആളും വരും. അപ്പോൾ അപ്പോഴേക്ക് വേറെ ആൾ വരും. മാത്രമല്ല അവരെന്തെങ്കിലും സ്വഭാവ സംബന്ധമായ അവരുടെ മാനുഷികമായിട്ടുള്ള വൈകല്യങ്ങൾ കൊണ്ട് അവർ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും അങ്ങനത്തെ വലിയ വലിയ IAS ഉദ്യോഗസ്ഥന്മാരും ഓഫീസർമാരും എത്ര സ്ഥലത്തു നിന്നാണ് സ്ഥലം മാറ്റം കിട്ടുന്നത്, എത്ര സ്ഥലത്ത് ആളുകൾക്ക് അവരെ വേണ്ടാതെ വരുന്നു. അവരുടെ പ്രൊഫഷൻ കൊണ്ട് അവർ ജീവിതം തന്നെ ആകെ പ്രയാസപ്പെട്ടു പോകുന്ന ആൾക്കാരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. മറിച്ച് അവർ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ളൊരു വ്യക്തിയായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതാണ് ആളുകൾക്ക് വേണ്ടിയിരുന്നത്. അവർ ക്വാളിറ്റി ഉണ്ടാക്കുന്നത് അള്ളാഹിനെക്കുറിച്ചുള്ള അറിവിലൂടെയാണ്. ആ അറിവിൻ്റെ മുമ്പിലാണ് ആളുകൾ വന്ന് കാത്തിരിക്കുക. മറ്റുള്ളതൊക്കെ എന്ന് വെച്ചാൽ ഒഫീഷ്യലായിട്ടുള്ള ബഹുമാനം മാത്രമാണ്. അതെ. കുറച്ചൻ കഴിഞ്ഞാൽ പിന്നെ എന്തും പറയാം. ആ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ അവർ പുല്ല് വിലയാണ്. ഒരു റിട്ടയർമെന്റ് ആയാലോ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറ്റം ചെയ്യപ്പെട്ടാലോ പിന്നെ ആ ഒരു വാല്യൂ കിട്ടില്ല. ഇതങ്ങനെയല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കിതിലൂടെ കിട്ടുമെന്ന് വിചാരിക്കാം.